ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് സംസ്ഥാനത്തിന് കൈമാറി. സിആർപിഎഫിനെ ഉപയോഗിച്ച് സെറ്റ് പ്ലസ് സുരക്ഷ കൈമാറണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കുമാണ് കൈമാറിയത്. സുരക്ഷാ ക്രമീകരണം നിശ്ചയിക്കാൻ നാളെ രാജ്ഭവനിൽ അവലോകന യോഗം ചേരും. ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ സിആർപിഎഫിനെ ഏൽപ്പിച്ചെന്ന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച് ഉത്തരവ് ലഭിക്കാത്തതിനാൽ ഗവർണറുടെ സുരക്ഷാ ചുമതലകളിൽ കേരള പോലീസ് തുടരുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയിരിക്കുകയാണ്. ഗവർണർക്ക് സിആർപിഎഫിനെ ഉപയോഗിച്ച് Z+ സുരക്ഷ ഏർപ്പെടുത്തിയുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കുമാണ് ഉത്തരവ് കൈമാറിയത്. തുടർ നടപടികൾക്കായി നാളെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേരും. തുടർന്നായിരിക്കും പോലീസിനെ പിൻവലിക്കുന്നതിൽ അന്തിമ തീരുമാനം വരിക. കേരള പോലീസിനെ പൂർണ്ണമായും ഒഴിവാക്കാതെയാവും സിആർപിഎഫ് സുരക്ഷയൊരുക്കാൻ സാധ്യതയുള്ളത്. സുരക്ഷ നൽകുന്ന സിആർപിഎഫ് സംഘത്തിന്റെ എണ്ണം, ഡ്യൂട്ടി സമയം, ചിലവ് തുടങ്ങിയ കാര്യങ്ങളടക്കം അവലോകന യോഗത്തിന് ശേഷം വ്യക്തമാവും. നിലവിൽ ഗവർണർ ബംഗളൂരുവിലാണ്. കേരളത്തിൽ തിരിച്ചെത്തുമ്പോഴേക്ക് സുരക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റമുണ്ടാകും. നിലമേലിലെ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഗവർണർക്ക് സിആർപിഎഫ് Z+ സുരക്ഷ ഏർപ്പെടുത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.